വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ ആക്ച്വലി നേരത്തെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് തിരക്ക് കാരണം എനിക്ക് പറ്റിയില്ല. ദാറ്റ് ഈസ് എനിക്ക് ഇന്ന് രാവിലെ ബാങ്കിൽ പോകേണ്ട കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ IDBI ബാങ്കിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ വിഷ്ണു കൂടെ ഉണ്ട്. ഹായ് കൊടുക്കും വിഷ്ണു. ഓക്കെ, വിഷ്ണു ഇപ്പം അറിയാത്തവർക്ക് ഞാൻ പറയാം, എൻ്റെ നമ്മുടെ സ്റ്റോർ ലേബലിൻ്റെ മാനേജറാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണു ഇന്ന് എൻ്റെ കൂടെ പർച്ചേസിന് ഇറങ്ങിയതാണ്. എനിക്ക് ബാങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി വിഷ്ണുവാണ് സ്ഥിരം എൻ്റെ ചെക്ക് ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് എല്ലാം കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ വിഷ്ണു കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം എനിക്കൊന്ന് പ്രീമിയർ വരെ വരുന്നത്. ഇപ്പോൾ ബാക്കിൽ കവർ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് പരമായിട്ടുള്ള കുറച്ച് രജിസ്റ്ററും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രീമിയർ എന്നാണ് മേടിക്കുന്നത്. ഞാൻ സ്റ്റൈൽ പ്ലസ് നിന്ന് മേടിക്കാറുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു പ്രീമിയർ വരെ വരാമെന്ന്. എനിക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം നോക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം മേടിച്ചു അല്ലേ വിഷ്ണു? അപ്പോൾ അതെല്ലാം മേടിച്ചു. അപ്പോൾ ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ പുതിയ സ്റ്റോക്ക് എല്ലാം വന്നതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത മാനേജർ, അതായത് നമ്മുടെ ലേബലിൽ 2 മാനേജേഴ്സാണുള്ളത്. ഒന്നൊരു ഫീമെയിൽ മാനേജറും ഒന്നൊരു മെയിൽ മാനേജറും. അതിൽ മെയിൽ മാനേജർ ഇസ് വിഷ്ണു, ഫീമെയിൽ മാനേജർ അനിലയാണ്. അപ്പോൾ അനിലയുടെ മകളുടെ 18th ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നാളെയാണ് ആക്ച്വലി. അപ്പം അതിൻ്റെ സെലിബ്രേഷൻ ഇന്ന് നമുക്കെല്ലാവർക്കും അനില ട്രീറ്റ് ചെയ്തുവാണ്. ബിരിയാണി അല്ലേ വിഷ്ണു? ബിരിയാണി. അങ്ങനെ ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനില വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നു. അനില എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നിപ്പോൾ രാവിലെ ബാങ്കിൽ പോയിരുന്നു, അത് കഴിഞ്ഞ് പ്രീമിയറിൽ വന്നു, തിരിച്ചിനി ഷോപ്പിൽ പോകുന്നു. അവിടെ ചെന്ന് ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഞാൻ കുറച്ചും കൂടെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു വിഷ്ണു വീഡിയോസെല്ലാം. അപ്പോൾ അത് വിഷ്ണു കൂടെ വിചാരിച്ചാലേ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വിഷ്ണു ആണ് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തരേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ലേബൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ചൂട് കാരണം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് മഴയൊക്കെ പെയ്തതുകൊണ്ട് ഇച്ചിരി കുറവുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, ഭയങ്കര രക്ഷയില്ല. ഒരു ട്രീ ഓഫ് ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഇടയ്ക്കൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യാറുണ്ട്, സ്വിഗ്ഗി ത്രൂ ഞാൻ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എല്ലാവരും നമ്മുടെ എല്ലാ സ്റ്റാഫും നമ്മുടെ പുതിയ സ്റ്റോക്കിൻ്റെ കാര്യത്തിലും എല്ലാം ഭയങ്കര ബിസി ആയിട്ട് എല്ലാം നല്ല പ്രോപ്പറായിട്ട് അവർ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കാമെന്ന്. അപ്പോൾ ഈ ട്രീ ഓഫ് ട്രീറ്റ്സിന് പുഡിങ്ങും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ ബിരിയാണി എല്ലാം റെഡിയാക്കി അനില വെച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പുഡിങ്ങും കൂടെ മേടിച്ചിട്ട് പോകാം. നമ്മുടെ കാരമൽ പുഡിങ് കിട്ടും, അത് കൂടാതെ ചോക്ലേറ്റ് കേക്ക് വിത്ത് ഐസിങ് ഒക്കെ വെച്ച ചോക്ലേറ്റ് കേക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയും കൂടി പോയിട്ട് മേടിക്കാമെന്ന്.
കാണിക്കാം. ഇന്നിപ്പോൾ അനിലയുടെ മകളുടെ 18th ബർത്ത്ഡേ നാളെയാണല്ലേ? നാളെയാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും കൂടെ ഇന്ന് അനില ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അനിലേക്ക് ഫുഡ് ഓക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാം. നമ്മൾ അനില ബിരിയാണിയാണോ മേടിച്ചത്? ബിരിയാണി മേടിച്ച് വെച്ചിരിക്കാൻ ഞാനും കൂടെ നമ്മുടെ കിച്ചണിലാണ് ഒരു ഡൈനിങ് ഏരിയ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നതെല്ലാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി സ്റ്റാഫ് കഴിക്കാനുണ്ട്. അപ്പോൾ അവരവിടെ വർക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വന്ന് കഴിക്കും. നമ്മൾ ആദ്യം കഴിച്ച് എണ്ണീക്കാന്ന് വെച്ചിട്ട് അത് എല്ലാവർക്കും കൂടെ ഇരിക്കാനുള്ള സ്പേസ് തികയില്ലല്ലോ. അപ്പോൾ അവരെല്ലാം വർക്ക് കഴിഞ്ഞിട്ട് വന്ന് കഴിക്കും. അതെ നോക്കൂ, ബിരിയാണി, സാലഡ്, പിക്കിൾ എല്ലാം ഉണ്ട്. എനിക്ക് പക്ഷേ ഒരു പ്ലേറ്റും കൂടെ എന്നാലും കഴിക്കാൻ പോകും. യെസ്, നമ്മൾ കഴിക്കാൻ തുടങ്ങാൻ പോവാണ്. ആദ്യം ബിരിയാണി എനിക്ക് സന്തോഷം വിശക്കുന്നു. 2 മണിയായി. അനിലേക്ക് വിശക്കുന്നു, എല്ലാവർക്കും വിശക്കും. എല്ലാവർക്കും ഇരിക്കാൻ ഇതുണ്ടോ? അറിയാറുണ്ട്. ഇപ്പൊ കസ്റ്റമർ വരുവാണെങ്കിൽ ഇപ്പൊ എന്നാലും ഈ സമയത്ത് കസ്റ്റമേഴ്സ് വരുന്ന കുറവാണ്. കാരണം ഇപ്പൊ ഭയങ്കര വെയിലും കാര്യങ്ങളും ഇല്ല. അപ്പം കൂടുതലും കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലേ ഒരു 10:30 ഒക്കെ ആകുമ്പോൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ 3 ഒക്കെയാണ് എല്ലാവരും വരിക. അപ്പോൾ എല്ലാ ദിവസവും കസ്റ്റമേഴ്സ് വരാറുണ്ട്. അതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. പക്ഷെ കൂടുതലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരമാണ് കൂടുതലും 3 o'clock കഴിഞ്ഞിട്ടാണ് കൂടുതലും. വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കഴിച്ചാലും പ്രശ്നമില്ല. പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് വരുന്ന കസ്റ്റമേഴ്സ് സാധാരണ വിളിച്ചിട്ട് വരാറുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വരാറുണ്ട്. നമ്മളെല്ലാവരും കഴിക്കാൻ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കി ചിക്കൻ ഫ്രൈ ബിരിയാണിയോ? ചിക്കൻ ഫ്രൈ ഉണ്ട്, കറിയുടെ ഒരു കഷ്ണമുണ്ട്. ഇത് എവിടുന്ന ഏത് വള്ളക്കടവ് അനസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഇതേ മുട്ടയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. പുതിയ കളക്ഷൻസ് എല്ലാം ഹാങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വലിയ ജോലിയാണ്. നമ്മുടെ കളക്ഷൻസ് എത്തി അതിനെല്ലാം കാറ്റഗറൈസ് ചെയ്ത് എല്ലാം കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ വെച്ച് അത് കറക്റ്റ് ബാർകോഡ് ട്രാക്ക് ചെയ്ത് അതെല്ലാം ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതെ ഇത് കണ്ടില്ലേ? അയ്യോ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സാരിയും എനിക്ക് എടുത്തിട്ട് പോകാനാണ് എനിക്ക് തോന്നുന്നത്. അത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്കിപ്പോൾ പ്യോറിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതെല്ലാം സെമി ടസർ, സെമി സിൽക്ക്, അതായത് സെമി ചന്ദേരി സിൽക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ കിടക്കുന്നത് കേട്ടോ. അപ്പം ഈ സൈഡിൽ നിങ്ങൾക്ക് പ്യോർ സൂപ്പർ നെറ്റ് കോട്ടാസ് കാണാൻ സാധിക്കും. ഇതെല്ലാം പ്യോർ സൂപ്പർ നെറ്റ് കോട്ട സാരീസാണ്. എനിക്കൊന്നും പറയാനില്ല കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ സൽവാർ സെറ്റ്, അതായത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല ബ്യൂട്ടിഫുൾ മൽചന്തേരിയിലും ചന്തേരിയിലും എല്ലാത്തിലും സൂപ്പർ നെറ്റ് കോട്ടയിലും ഒക്കെ വരുന്ന സൽവാർ സെറ്റുകളാണ് ഇതെല്ലാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നോക്കിക്കേ, ഇത് മൽചന്തേരിയുടെ ഒരു സെറ്റാണ് കേട്ടോ. മൽചന്തേരിയുടെ സെറ്റാണ്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മളെല്ലാം കാണിച്ചു തരും. അല്ലാതെ വീഡിയോസ് നമ്മളെല്ലാം കാണിച്ചു തരുന്നില്ല. വന്നോളൂ. എന്നിട്ട് ഈ സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഓണം കളക്ഷനും കൂടി ഇപ്പോൾ തന്നെ നമ്മൾ റിലീസ് ചെയ്യുവാണ്. ഓണത്തിൻ്റെ കുറച്ച് പ്രീ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്യോർ ലിനൻ ആണ്. ഇതേ നോക്കിക്കേ, പ്യോർ ലിനൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേ പ്യോർ ലിനൻ, ഇതേ നോക്കിക്കേ, പ്യോർ ലിനനിൽ സിൽവർ ജറി വരുന്നതാണ്. ഇതെല്ലാം വീവാണ്, ഇതെല്ലാം ഹാൻഡ്ലൂമാണ്, ഒന്നും തന്നെ പവർലൂമല്ല. ദേ ജാംദാനി, പ്യോർ ജാംദാനി സാരിയാണ്, പ്യോർ ജാംദാനി സാരിയാണ്. നോക്കിക്കോളൂ, ഇത് സൽവാർ സെറ്റ് ഇരിക്കുന്നു. ഇവിടെയും സൽവാർ സെറ്റ് ഉണ്ട്. നമ്മുടെ സമ്മർ ടെയിൽസിലുള്ള കളക്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് സോഫ്റ്റ് ടസർ സാരീസ് എല്ലാം
നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, സോഫ്റ്റ് ടസർ സാരീസ് സെക്ഷനിലോട്ട് പോകാം. ഹൗസ് പ്രൊഡക്ഷനിലുള്ള 3 പീസ് സെറ്റ്സ് ആണിത്. 3 പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദുപ്പട്ടയും കൂടെ ആയിരിക്കും വരിക കേട്ടോ. ബോട്ടം ഉണ്ട് പ്ലസ് ദുപ്പട്ട വരും. ചിലതിൽ ഇതുപോലുള്ള ഓവർ കോട്ട്സ് ആയിരിക്കും വരിക, ഇതുപോലെ ഓവർ കോട്ടിലായിരിക്കും വരിക കേട്ടോ. ഇത് പ്യോർ മൽച്ചന്തേരിയാണ്, പ്യോർ മൽച്ചന്തേരി. ഓക്കെ, ഇത്രയും സോഫ്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അത്ര പ്യോർ ആയിട്ടുള്ള മൽച്ചന്തേരിയാണ്. ഇതൊരു ഫുൾ സെറ്റാണ്. വളരെയധികം ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ നമ്മൾ ഫാബ്രിക് നോക്കി ചൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള 3 പീസ് സെറ്റ്സ്. ഇതിൽ ദുപ്പട്ടയും കൂടി വരുന്ന പ്യോർ മൽച്ചന്തേരിയിൽ വരുന്ന 3 പീസ് സെറ്റാണ് കേട്ടോ. മസ്ലിനിൽ വരുന്നുണ്ട്, മൽച്ചന്തേരി വരുന്നുണ്ട്, ലിനൻ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആണ് വേണ്ടത് എങ്കിൽ ബേൺഡ് ഓറഞ്ചിൽ പാർട്ടി വെയറും വരുന്നുണ്ട്. നോക്കിക്കേ, നല്ല ഷിമറി ആയിട്ടുള്ള കുറച്ച് ലൗഡായിട്ടുള്ള ഡിസൈൻസിലാണിത്. നമ്മൾ കൂടുതലും കുറച്ച് സട്ടിൽ ഡിസൈൻസാണ് നോർമലി ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിന് കുറച്ച് ലൗഡായിട്ടുള്ള ഡിസൈൻസ് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മളൊരു വെഡ്ഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആണ്, അപ്പോൾ അതിനൊരു ഹൽദി ഫംഗ്ഷനോ മെഹന്തി ഫംഗ്ഷനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇച്ചിരി ലൗഡായിട്ടുള്ള, ഇത് ഭയങ്കര ലൗഡൊന്നും അല്ല, ഇച്ചിരി ലൗഡായിട്ടുള്ള ഇവിടെ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഇത് 3 പീസ് സെറ്റാണ് കേട്ടോ. അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു ബോട്ടിൽ ഗ്രീൻ ഡ്രസ്സ് കാണിച്ചത്, ഞാനിപ്പോൾ കാണിച്ചു തന്നതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ ഡ്രസ്സ്, ഇതിൽ കംപ്ലീറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ്, കംപ്ലീറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഇതിലെല്ലാം വരുന്നത് കേട്ടോ. ഇതിൽ ആക്ച്വലി വരുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നുണ്ട്, മെഷീൻ എംബ്രോയ്ഡറി വരുന്നുണ്ട്. മെഷീൻ എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഹാൻഡ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല പീസസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്നതാണെങ്കിൽ, ഒരു ഐവറി ഷെയ്ഡാണ് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് ഫാബ്രിക് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിനൻ ഉണ്ട്, മൽച്ചന്തേരി ഉണ്ട്, മസ്ലിൻ ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും വന്ന് കിടപ്പുണ്ട്, അതെല്ലാം ഇനി സോർട്ട് ചെയ്യണം. ഈ സൂപ്പർ നെറ്റ് കോട്ടയിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലത്തെ പാച്ച് വർക്ക് ചെയ്തതാണ്. അത് കൂടാതെ ഇതിൽ പല കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അത് കൂടാതെ എംബ്രോയ്ഡറി, നല്ല രീതിക്ക് എംബ്രോയ്ഡറി വരുന്ന സൂപ്പർ നെറ്റ് കോട്ടയുണ്ട്. ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരീസാണ്. ഗാർഡൻ ബ്ലൂം കളക്ഷൻ എല്ലാം നോക്കിക്കേ, ഇതെല്ലാം വീവാണ്. 100% ഇത് വോവനാണ്, ഹാൻഡ് വോവനാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് ഞാനൊരു എന്താ പറയുക, ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആയിട്ടല്ല, ഇതെൻ്റെ ഡെയിലി റൂട്ടീനിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതായത് നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു പോകും. അത്ര ബ്യൂട്ടിഫുൾ ഡിസൈൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, വളരെ അഫോർഡബിൾ റേഞ്ചിൽ. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പ്യുവർ ആണ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്യുവർ ലിനനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5000 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ, പ്യുവർ ലിനനെല്ലാം. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഓഫ് ട്രീറ്റ്സ് നിന്ന് മേടിച്ച പുഡിംഗ് കഴിക്കാനായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പുഡിംഗ് റെഡിയായോ? അപ്പോൾ അതിൻ്റെ പുഡിംഗ് എല്ലാം റെഡിയാവുന്നു. ഇനി എൻ്റെ റൂമിൽ ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയും സാരീസ്, ഇതെല്ലാം പ്യുവർ മട്ക സിൽക്ക് സാരീസൊക്കെയാണ് കേട്ടോ. നമ്മുടെ അപ്ഡേറ്റ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ലേബലിൻ്റെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സാരിയുടെ ഡീറ്റെയിൽസും ഡ്രസ്സസിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഇറക്കുന്ന ഓരോരോ കളക്ഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മളെല്ലാ ഒക്കേഷൻ അനുസരിച്ചിട്ടും സീസൺ അനുസരിച്ചിട്ടും നമ്മൾ കളക്ഷൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്ത 3 പീസ് സെറ്റെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണം വെഡ്ഡിങ് സീസണൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്യാൻ ടൈം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള 3 പീസ് സെറ്റ് നമുക്ക് എടുത്തിട്ട് പോകാം. അതെല്ലാം നിങ്ങൾക്ക് വന്ന് കസ്റ്റമൈസ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ്, നമ്മൾ വാട്സാപ്പ് ത്രൂ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഡിസൈനേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ നമ്മൾക്ക് എന്താ പറയുക, നേരിട്ട് തന്നെ സംസാരിക്കാം. വീഡിയോ കോൾ ത്രൂ നമുക്ക് സംസാരിച്ച് നമുക്ക് ഡിസൈൻസും സൈസസും ഒക്കെ അതിനനുസരിച്ച് നമുക്കൊരു മെഷർമെൻറ്റ് ചാർട്ട് ഉണ്ട്, അത് വെച്ചിട്ടൊക്കെ നമുക്ക്
സൈസസും ഒക്കെ നമുക്ക് ഫൈനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വെഡ്ഡിങ് ആണെങ്കിൽ പോലും ഇപ്പോൾ വെഡ്ഡിങ് ബ്ലൗസസ് ഒക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞാൻ വെഡ്ഡിങ് ബ്ലൗസസിൻ്റെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജിലെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ വന്ന് കസ്റ്റമൈസ് ചെയ്യാം. വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സും എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷോപ്പിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ ബാക്കിയെല്ലാം പിന്നെ പറഞ്ഞുതരാം. ഇതാണ് കാരമൽ പുഡിങ് അവരുടെ കേട്ടോ. ഓ ഭയങ്കര ടേസ്റ്റാണ് ആക്ച്വലി. ഇതിപ്പോൾ ബാർകോഡിൻ്റെ ടാഗ് എല്ലാം എല്ലാ സാരീസിലും സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഓണം കളക്ഷനാണ്. ഓണം കളക്ഷൻ്റെ തുടക്കം. ഓക്കെ, ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ സാരി ആണെന്നുണ്ടെങ്കിൽ കനക എന്നാണ് ഈ സാരിയുടെ പേര്. ഓക്കെ, കനക. ഇത് കല്യാണി സാരി, ഇത് വസുധ, ഇത് നോക്കിക്കോ, സൗമ്യ. അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ നെയിംസാണ് ഓരോന്നിനിട്ടിരിക്കുന്നത്. ഇത് സുവർണ. ഇന്ന് കുറച്ച് കസ്റ്റമേഴ്സ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ടൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രൈഡലിൻ്റെ. അപ്പോൾ അങ്ങനെ അവർ വന്ന് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത് ചെറിയ കുട്ടി വിശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ ഇന്നത്തെ ഒരു ഡേ എങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഈ കുഞ്ഞൊരു വീഡിയോ എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ വേറെ കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുമായിരിക്കും, ഈ ചുരിദാർ സെറ്റ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കാം. ഈ സൂട്ട് സെറ്റ് ഇട്ടിരിക്കുന്ന ഈ സൽവാർ സെറ്റ് ഇവിടെ നിന്നാണോ എന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ നിന്നല്ല. ഞാനിത് മേടിച്ചത് നമ്മുടെ സൊഫൈൻ എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസിലും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടുന്ന സൽവാർ സെറ്റ് എല്ലാം, ഇതുപോലുള്ള സൽവാർ സെറ്റ് എല്ലാം ഞാൻ സൊഫൈൻ നിന്നാണ് മേടിക്കാറ് കേട്ടോ. സൊഫൈൻ കെസ്റ്റൺ റോഡ് സ്റ്റൈൽ പ്ലസിൻ്റെ അടുത്തുള്ള സൊഫൈൻ നിന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു സൽവാർ സെറ്റ് മേടിച്ചത്. ബ്യൂട്ടിഫുൾ ഒരു ലൈലാക്ക് ഷെയ്ഡിൽ വരുന്ന സൽവാർ സെറ്റാണ്. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.